ഞാനിപ്പോൾ പൂര നഗരിയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടുള്ള തേക്കിൻകാട് മൈതാനം. ഈ മൈതാനത്താണ് മിക്കവാറും എല്ലാ കലോത്സവ വേദികളും. അതുകൊണ്ട് തന്നെ ഈ പൂരപ്പറമ്പ് സാധാരണ പൂരം നടക്കുന്ന പോലെ തന്നെ അത്രയും ജനബാഹുല്യം ഇല്ലെങ്കിൽ പോലും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇവിടെ ആകെ ഒരു കോമ്പറ്റീറ്റീവ് ഇഫക്റ്റാണ്. പക്ഷേ കോമ്പറ്റീറ്റീവ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു സംഘം സ്കൂൾ കുട്ടികളെ കണ്ടു. പേരൻസ് ഉണ്ട്, കൂടെ അധ്യാപകരും ഉണ്ട്. അത് കാലിക്കറ്റ് പ്രൊവിഡൻസ് സ്കൂളാണ്. ഫുൾ നെയിം എന്താണ് ഈ സ്കൂളിൻ്റെ? മക്കളെ കാര്യങ്ങൾ ഓക്കെ. നിങ്ങൾ ഏതിലാ മത്സരിക്കുന്നത്? കഴിഞ്ഞ വർഷം നിങ്ങൾ വിന്നറായിരുന്നു. പേരന്റാണോ? എന്നെ കണ്ടപ്പോ എന്ത് തുറച്ചു നോക്കുന്നല്ലേ? മാത്രമല്ല കണ്ടിട്ട് പരിചയമുള്ളൂ. കണ്ടോളൂ. ഓക്കെ അല്ലേ? നിങ്ങൾ പൊളിക്കുവോ? അപ്പൊ നിങ്ങളുടെ ഒപ്പനപ്പാട്ട് ആരാ? രണ്ടുപേരും ഇന്ന് മൂടുന്നാരാ? നിങ്ങളെയൊക്കെ കണ്ടോ നോക്കട്ടെ. എല്ലാരും കണ്ടോ? എല്ലാരും ടി വി കണ്ടോ? വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇപ്പൊ ലൈവ് വരും, സൂക്ഷിച്ചോണം, അടുക്കളയിൽ നിന്ന് ഇറങ്ങി ടി വി കാണുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പാടിയില്ല മക്കളെ? അപ്പങ്ങൾ സമ്മാനം മാടിടി നല്ലോണം അക്കരമിക്കരമൊക്കെ ചേർത്തിട്ട് ചൊങ്കുടു മൈലാഞ്ചി ചൊങ്കുറ്റി മൈലാഞ്ചി ചേലഞ്ചു മൈലാഞ്ചി ചന്ദ്രശോഭികൾ പൊങ്കൽ പങ്കിലങ്കിണ പൂവാടി ലങ്കും മലർ വാടി തങ്കത്തിക വാടി രാത്രി പുത്തിരി കത്തണ പത്തര മച്ചാണി പുലുവുറ്റ ശിലാണി പഞ്ചു പുഞ്ചിരി തൂകണം മുഞ്ചും പഞ്ചകനുറാണി. നാക്ക് എങ്ങനെ തിരിയുന്നു? ഞങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമെന്നുള്ള ഉറപ്പാ കേട്ടോ. ഒന്നുകൂടെ ലൈൻ എന്ന് പറഞ്ഞ് ആ ലിറിക് എന്ന് പറഞ്ഞ്. അപ്പങ്ങൾ സമ്മാനം ആടിടി നല്ലോണം അക്രമിക്കരമൊക്കെ ചേർത്തിട്ട് ചൊങ്കുടു മൈലാഞ്ചി ചുങ്കുറ്റി മൈലാഞ്ചി ചേലഞ്ചും മൈലാഞ്ചി. ഇത് പല്ലിന്റെ ഇടയ്ക്ക് ഞങ്ങളൊക്കെ പാടിയ പല്ലിന്റെ ഇടയ്ക്കൂടെ അങ്ങ് പോകും കേട്ടോ. ഓക്കെ, ഗംഭീരമായി. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാ മത്സരം? 2 മണിക്കല്ലേ? ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാം ഗ്രേഡ് കൂടിയവരായിരിക്കും. പാടി കുട്ടിയന്റെ അമ്മയാണ് അല്ലേ? എന്താ പേര് അമ്മയുടെ? മകൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. കാര്യം ഒരു മുഴം വാക്കുകളാണ് അവള് വായിലിട്ടിരുന്നത്. ഓക്കെ, റെഡി? കാണാം, മക്കളെ കാണാം. അപ്പോ കോഴിക്കോട് പ്രൊവിഡൻസ് കീ ആ പേരന്റ് എന്ത് പറ്റി? കീ. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ എത്തിയല്ലേ? വരൂ തൃശ്ശൂർ കടി വരൂ. വരൂ. ഈ ആരെങ്കിലും ചീത്ത വിളിച്ചോ തന്നെ? അല്ല, എനിക്ക് കിട്ടുന്നുണ്ട് പകുതി ചീത്ത. അപ്പൊ അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് എന്റെ പേര് പറയുന്നുണ്ടോ? ഞാൻ ഏൽപ്പിച്ചാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിച്ചു, എന്റെ ഒരു ധാരണ പൊളിഞ്ഞു. കൂരായണം സഹോദരി പൊതിയന മധ്യത്തിൽ ഇറങ്ങിയാൽ അടി ഉറപ്പ് എന്നായിരുന്നു ഞാൻ ധരിച്ചത് അല്ലേ? ഇനി ദിവസങ്ങൾ ബാക്കിയാവോ അല്ലേ? ഇന്നലെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. വേഷം മാറി ചാക്യാരായിട്ട് പോയി. അടി കിട്ടുന്നുണ്ടോ അറിയാൻ. എന്തായാലും നന്നായി അല്ല? ഓക്കെ സ്മിത, തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നത് വൈലോപ്പള്ളി താമസിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ തൊട്ടടുത്ത്. എനിക്കൊന്ന് ഏറ്റവും രസകരമായ അനുഭവം എന്താ വെച്ചാലേ, വൈലോപ്പള്ളി ഒരു എന്നോട് പറഞ്ഞു, ശ്രീണൻ നായര് നാളെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഞാൻ നാളെ ചെന്നു, വാതിൽ തുറന്നില്ല. എന്നിട്ട് അഴി പിടിച്ചകത്തിങ്ങനെ നിന്നു. എന്നിട്ട് പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പുറത്തിറങ്ങി വരുമ്പോ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, വൈലോപ്പള്ളി ഭാഷ എന്നെ അതോട്ട് കയറ്റിയില്ല എന്ന് പറഞ്ഞു. നാളെ ചെന്ന് നോക്കൂ, ചിലപ്പോ കയറ്റുമെന്ന് പറഞ്ഞു. നാളെ ചെന്ന് വാതിൽ പറഞ്ഞു, ഒന്നും സംഭവിക്കാത്തല്ലേ? ഈ തേക്കിൻകാട് മൈതാനില്ലേ ഇങ്ങനെ നടക്കുമ്പോ എസ്കേന്റെ മനസ്സിലേക്ക് അല്ല, ഞാൻ ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ കുത്തിയിരുന്നുണ്ട് വെറുതെ. മക്കളെ എവിടുന്നാ മക്കളെ നിങ്ങളൊക്കെ? കാസർഗോഡ് ജില്ലയിലാ. കോഴിക്കോട് ജില്ലയിൽ ഏത് സ്കൂളായത്? ഇത് നമ്മള് വീണ്ടും കണ്ടുപിട്ടി. അപ്പൊ നമ്മൾ അവിടെ കണ്ടുപിട്ടിയോരല്ലേ? ഓക്കെ, നിങ്ങൾ മത്സരമായോ? ഭക്ഷണം കഴിച്ചോ? അതിന്റെ പ്രസാദ മുഖത്തുണ്ട് കഴിച്ചതിന്. ഓക്കെ, അപ്പൊ നന്നായിട്ട് മത്സരിക്കുക കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ട് കൈയടിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു മക്കളെ. ഓക്കെ, ബൈ. ഇവർ കണ്ടവരെ തന്നെ റൗണ്ട് ആയതുകൊണ്ട് വീണ്ടും കാണുക. എന്താ ചെയ്യുക അല്ലേ? ഓക്കെ, നമുക്ക് അത്യാവശ്യം ഓടെ വീഴരുത്. ഓക്കെ,
അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂർ ഒരു സാഹിത്യ സാംസ്കാരിക നഗരി കൂടിയാണ്. അതെ അതെ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഒരാളെ വഴി തട്ടുമെന്ന് പ്രതീക്ഷകളും കണ്ടില്ല. ആരാന്നറിയോ? MD രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പക്ഷെ കാണുന്നുണ്ടോ എന്തിട്ടോ MD ആറേ നിങ്ങൾ വീട്ടിൽ കയറി ഇരിക്കണേ. അതുപോലെ നമ്മുടെ ജയരാജ് വാര്യരെ കണ്ടില്ല. ഞാനും പ്രതീക്ഷിച്ചു രാവിലെ ഇവിടെ വരുന്നു. പക്ഷേ ഇന്ന് ഉണ്ടാവുന്ന തോന്നുന്നു. നമ്മുടെ IM വിജയനെ കണ്ടില്ല. ഉണ്ടായിരുന്നു അല്ലേ? മിക്കവാറും എല്ലാവരും ഉണ്ടായിരുന്നു. മന്ത്രി രാജന്റെ കൂടെ ഇങ്ങനെ ഒരു ഉത്സാഹ കമ്മിറ്റി ആയിട്ട് ഇവരെല്ലാവരും ഉണ്ടാവും. തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അവരങ്ങ് ഏറ്റെടുക്കുകയാണ്, ഒരു ഓളം അവരങ്ങ് കൊണ്ടുപോവാണ്. ഇവിടെ വെറുതെ വന്നിരിക്കുക ഒരു സുഖമാണല്ലോ. അല്ല, മാത്രമല്ല ഒരു സ്നേഹം എന്ന് പറഞ്ഞാലേ എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ മുതലങ്ങ് വടക്കൻ കേരളത്തിലേക്ക് പോകുന്ന വഴിയാണല്ലോ. അപ്പൊ അവിടെ സ്നേഹം കൂടും. മറ്റേ ഈ തിരുവിതാംകൂർ സൈഡിലെ ആൾക്കാർ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കത്തില്ല, ഉള്ളി കാണും. അതെ, നമ്മുടെ നാടൻ പാട്ട് എന്തിട്ട് ഭാഷ എന്ന് ചോദിച്ചിട്ട് അവര് തകർത്തുകളയും. അമ്മൂമ്മ പണ്ട് പറയായിരുന്നു വടക്കര വഴി നമ്മുടെ കുറച്ച് നാടൻ പാട്ട് കലാകാരങ്ങളുണ്ട്. അതെ അതെ. ഹായ് ഹായ് ഹായ്. ഓക്കെ, നാടൻ പാട്ട് എപ്പോഴാ തുടങ്ങുന്നേ? മംഗലകളിയാണ്. ഏത് സ്കൂളാണ് നിങ്ങള്? പത്തനംതിട്ട. വേറെ സ്ഥലം പറഞ്ഞില്ല ഇപ്പൊ? കിടങ്ങന്നൂര്. ആ കിടങ്ങന്നൂരാണ്. കിടങ്ങന്നൂര്. നമുക്ക് കളിച്ചാലോ? കിടങ്ങന്നൂരെ ഒന്ന് കളിച്ചാലോ? കുറച്ച് ഒരല്പം. ബാക്കി നിങ്ങൾ സ്റ്റേ കളിക്കണം. എപ്പോഴാ സ്റ്റേയിൽ എപ്പോഴാ കയറുന്നത്? അപ്പൊ ഇതിന്റെ റിഹേഴ്സൽ ആയിക്കോട്ടെ ഇവിടെ. റെഡി? ആരാ പാടുന്നത്? ഞാൻ പിടിച്ചുതരാം. ശരി. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. അത് ഈ ഗോത്ര വിഭാഗങ്ങളുടെ കലാരൂപങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണിയ നൃത്തമുണ്ട്, അതുപോലെ ഒന്നാണ് മംഗലം കളി. ഇരുളു വെളിവോ ഇല്ലാത്തൊരു കാലം, പകലീന് പകല് വെളിവോ ഇല്ലാത്തൊരു കാലം. ഞാൻ കൊട്ടും കൊട്ടീന് മൊഴികേട് വന്നാല് അറിവുള്ളോരച്ഛന്മാര് അറിവ് ചൊല്ലിത്തരണേ. ഞാൻ പാടും പാട്ടീന് മൊഴികേട് വന്നാല് അറിവുള്ളോരച്ഛന്മാര് അറിവ് ചൊല്ലിത്തരണേ. സൂപ്പറായി. അറിവുള്ളവർ അച്ഛന്മാരെന്ന് പറഞ്ഞപ്പം അറിവില്ലാത്ത അച്ഛന്മാരാണല്ലോ നമ്മൾ ആലോചിച്ചു പോയി. ഓക്കെ. അപ്പൊ മക്കളെ നന്നായി കളിച്ചൊക്കെ നന്നായി. അപ്പൊ എനിക്കൊന്ന് പ്രജിന, ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഇത് ഗോത്ര വിഭാഗങ്ങളുടെ കലാരൂപങ്ങളിൽ പെടുന്നതാണ്. 2 വർഷമായിട്ടുണ്ട്. നിങ്ങൾ മത്സരം എത്ര മണിക്കാ? 9:30. അരെ ഇവരാണോ താളം? ഓക്കെ, താളക്കാരാണോ? എടാ മക്കളെ, പരിചയമില്ലാത്തോണ്ട് നിൽക്കുന്നത്. റെഡി, താളക്കാരാന്നാ പറഞ്ഞത്. ഓക്കെ, പരിചയമില്ലേ നമ്മള്? ഓക്കെ, റെഡി. ഇത് ടീച്ചേഴ്സാണോ അതോ പേരൻസ് ആണോ? സന്തോഷം കേട്ടോ നിങ്ങളെ കാണാൻ പറ്റി. അപ്പം നിങ്ങളെല്ലാം നല്ല ഗ്രേഡിൽ പുറത്തിറങ്ങും കേട്ടോ. അവിടെ കാണും, ഞാനും കാണും കൈയടിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ കൈയടിച്ചാൽ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് തല കുലുക്കിയേക്കണം. ഓക്കെ, റെഡി? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.